ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു സിമ്പിളായിട്ടൊരു ബ്ലൗസ് കട്ടിങ് കാണിക്കണേ. ഒരു വലിയ ബ്ലൗസിൻ്റെ കട്ടിങ്. അതായത് ഇതിൻ്റെ വണ്ണം എത്രയാണെന്ന് നോക്കിക്കുക. 39 ഇഞ്ച് വേസ്റ്റ് വണ്ണം 39 ഇഞ്ചുണ്ട്. ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം എത്രയാണെന്ന് നോക്കാം നമുക്ക്. ദാ 49 ഇഞ്ച് ചെസ്റ്റ് വണ്ണം ഉണ്ട്. അപ്പം 39 ഇഞ്ച് വേസ്റ്റ്, 49 ചെസ്റ്റ്. കൈനീളം ഏകദേശം 11.5 വേണം. ഇത് 10 ഉള്ളൂ, പക്ഷെ കുറച്ചും കൂടെ വേണമെന്ന് പറഞ്ഞു. 11.5 ഇഞ്ച് കൈനീളം വേണം. ഇനി ഇതിൻ്റെ ഇറക്കം നമുക്ക് നോക്കാം. 17 ഇഞ്ച് ഇറക്കം വേണം. അപ്പോൾ 17.5 ഇഞ്ച് എങ്കിലും ഇട്ട് വെട്ടണം. അപ്പോൾ തുണി എത്രയുണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം. ദാ 1 മീറ്റർ 15 സെൻറ്റിമീറ്ററേ തുണിയുള്ളൂ. അപ്പോൾ തുണി നമ്മൾ ഈ പറയും പോലെ അത്ര ഇല്ല, കുറവാണ്. അപ്പോൾ ഇതിൻ്റെ വണ്ണം ഞാൻ എടുത്തേക്കണത് 39 ഇല്ലേ, 40 ഇഞ്ച്. അതിൻ്റെ 4 പ്ലസ് 3, അപ്പോൾ 10 × 3 13 ഇഞ്ച് വണ്ണത്തിലാണ് എടുക്കുന്നത് കേട്ടോ. കഴുത്തിൻ്റെ ബാക്കിറക്കം 5 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതനുസരിച്ച് വേണം ഷോൾഡർ എടുക്കാൻ. ഷോൾഡർ ഇപ്പോൾ ഞാനൊരു 6 ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ട്. 2.5 ഇഞ്ച് വിഡ്ത്തും എടുത്തിട്ടുണ്ട്. 5 ഇഞ്ച് 3 ഇഞ്ച് വൈഡ് എടുക്കും കേട്ടോ. 3 ഇഞ്ച് വൈഡ്, 5 ഇഞ്ച് ഇറക്കാം. ഇതാണ് ബാക്കിൻ്റെ കഴുത്തളവ്. അതുപോലെ 6 ഇഞ്ച് ആം ഹോള്. എത്ര വലിയ ബ്ലൗസ് ആയാലും അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. പിന്നെ എൻ്റെ ഈ മെത്തേഡ് ശരിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സ്പെഷ്യൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. 1 ഇഞ്ചാണ് ഞാൻ കൈക്കുഴി വെട്ടുന്നത് കേട്ടോ. ഇതൊരു വെറൈറ്റി കട്ടിംഗ് ആണ്. ഒരു പക്ഷേ നിങ്ങളാരും ട്രൈ ചെയ്യാത്ത വിധത്തിൽ പുതിയ ആൾക്കാർ, എൻ്റെ സ്ഥിരം പ്രേക്ഷകർക്കറിയാം. ഇതിൽ ഞാനൊരു പാറ്റേൺ വെട്ടിയെടുക്കും. ഈ ബാക്ക് വെച്ചിട്ട് അത് 1/2 ഇഞ്ച് നമ്മൾ ഇറക്കം കൂട്ടിയെടുക്കും. എന്നിട്ട് അതേപോലെ തന്നെ പാറ്റേൺ വെട്ടിയെടുക്കും. ഇറക്കം മാത്രം ബാക്കിനേക്കാൾ 1/2 ഇഞ്ച് കൂട്ടും, കാരണം നമ്മളിത് കട്ടിങ് വെട്ടിയെടുക്കാനുള്ളതായതുകൊണ്ട്. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഫ്രണ്ട് കഴുത്ത് നമ്മൾ എത്രയാണോ വേണ്ടി അതെടുക്കും. അതുപോലെ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ ഇറക്കം 11.5, ഡോട്ട് പോയിന്റ് 11.5, ഡോട്ട് 2.5 ഇഞ്ചാണ്. അവിടെ നിന്ന് 1.5 ഇഞ്ച് മുകളിലോട്ട് കയറ്റി നമ്മൾ ഷേപ്പ് എടുക്കും, അതായത് കട്ടിങ്ങിന്. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും. അത് നമ്മൾ കട്ടിങ് ഡോട്ടൊക്കെ ഇട്ട് തയ്ച്ച് വരുമ്പോൾ അത്രയും വേണ്ട. അപ്പോൾ തുണി കുറവായതുകൊണ്ട് നമ്മൾ ബേക്ക് വെട്ടിയെടുത്തേക്കാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൈ വെട്ടിയെടുക്കാം. ഇല്ലെങ്കിൽ പിന്നെ കൈ വെട്ടാൻ ചിലപ്പോൾ തികഞ്ഞില്ലെന്ന് വരും. ഒരു 12 ഇഞ്ച് കൈവോളം വേണം. 12 ഇഞ്ച് എടുത്ത് 3 ഇഞ്ചാണ് നമ്മൾ കൈക്കുഴി കുഴിച്ച് വെട്ടുന്നത്. നമുക്കിതിൻ്റെ കൈ വെട്ടിയെടുക്കാം. ഇനി ബാക്കിയുള്ള തുണി വെച്ച് വേണം നമ്മൾ ഫ്രണ്ട് വെട്ടാം. അപ്പം നമുക്ക് ആ വെട്ടിയെടുത്ത പാറ്റേൺ വെച്ചിട്ട് മടക്കി ഇട്ടിട്ടില്ല, നിവർത്തി ഇട്ടിട്ടാണ് എടുക്കണം. കാരണം തുണി കുറവാണ്. 1.15 ഉള്ളൂ, പക്ഷെ വലിയ ബ്ലൗസാണ്. 17.5 ഇഞ്ച് ഇറക്കം വേണം. അപ്പം നമ്മൾ പാറ്റേൺ വെച്ച് ആ ഉള്ള തുണിയെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. പാറ്റേൺ വെട്ടിയെടുത്താൽ ഇങ്ങനെയൊക്കെ ഒരു ഉപയോഗമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തുണി തികയാതെ വന്നാൽ അതനുസരിച്ച് നമുക്കിതിൽ നിന്ന് വെട്ടിയെടുക്കാൻ പറ്റും. പിന്നെ ഫ്രണ്ടാണ്, നമുക്ക് ഒരല്പം ചേർത്തടിക്കണോ കൊടുത്തടിക്കണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അല്പം കുറവ് വന്നാലൊക്കെ നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ബാക്കും കൈയും വെട്ടിയിട്ട്, തുണി കുറവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വേണം ചെയ്യാൻ. ബാക്കും കൈയും ആദ്യം വെട്ടിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് താഴോട്ട് കട്ടിങ്ങിൻ്റെ അവിടെയൊക്കെ ഒരല്പം നമ്മൾ തുണി ചേർത്ത് വെച്ചാലും കുഴപ്പമില്ല. കസ്റ്റമർ അടുത്ത് പറഞ്ഞാൽ മതി തുണി തികയുന്നില്ല എന്ന്. ഇത് ശരിക്ക് 1.25 മീറ്റർ വേണ്ടിയതായിരുന്നു, പക്ഷേ 1.15 ഉള്ളൂ. അപ്പം നമ്മൾ അതനുസരിച്ച് കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതും കൂടെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു.